ഇന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും ഇവിടെ ഒരാൾ കാവലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലിയും രസവും കൂടെ, രസം ഇഡ്ഡലി കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചോദിച്ചു നാളെ മതിയോ? പോരാ, നാളെ പോരാ, ഇന്ന് തന്നെ വേണം. അപ്പം പിന്നെ എനിക്ക് മടിയായി. വേണോ? ആ അമ്മ വേണം, എന്തായാലും ഉണ്ടാക്കണം. അങ്ങനെ മോളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഇൻസ്റ്റൻറ്റ് രസം ഉണ്ടാക്കി. ഇൻസ്റ്റൻറ്റ് രസവും രസ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്തപ്പം ആൾ ഹാപ്പിയായി. എനിക്ക് പ്രത്യേകിച്ച് പിന്നെ ഇന്നത് വേണമെന്നൊന്നുമില്ല. എന്താണ് രാവിലത്തെ ഉച്ചത്തെ ഒക്കെ ബാലൻസ് ഉള്ളത് അതൊക്കെ ഞാൻ വൈകുന്നേരം വേഗം വന്നിട്ട് ആ വിശപ്പിനങ്ങ് തീർക്കും. അങ്ങനെ ഇവക്ക് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എന്നാൽ ചെറിയ കുട്ടിക്കല്ലേ, അതുകൊണ്ട് മിനി ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മിനി ഇഡ്ഡലി രസം കൂടെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഞാൻ ഈ ഒരു കോമ്പിനേഷൻ അറിയുന്നത് തമിഴ് റെസ്റ്റോറൻറ്റിൽ കയറിയ സമയത്താണ് കേട്ടോ. ഒരു തവണ ശരവണ ഭവൻ എന്നാണ് ഈ രസ ഇഡ്ഡലി കഴിച്ചത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇത്ര ടേസ്റ്റുള്ള ഒരു ഐറ്റമാണെന്ന്. എൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട ഫുഡ് എവിടെ നിന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് വീട്ടിൽ ചെന്നിട്ട് പരീക്ഷിച്ച് നോക്കും, എങ്ങനെയാണ് അത് ഉണ്ടാക്കുക, ഏകദേശമെങ്കിലും അവരുണ്ടാക്കുന്ന പോലെ ആവണം. അങ്ങനെ രസം എങ്ങനെ എത്ര ടേസ്റ്റിലുണ്ടാക്കുക എന്ന് വിചാരിച്ച് ഞാൻ കുറേ പരീക്ഷണ ഇതൊക്കെ നടത്തിയിട്ട് അവസാനം ഏകദേശമൊക്കെ ഒരു അത്യാവശ്യം നല്ലൊരു രസം ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാണ് മോളിങ്ങനെ വാശി പിടിക്കുന്നത്, അമ്മ രസം ഉണ്ടാക്കി തരൂ, രസം ഇഡ്ഡലി കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറേ കാലം എപ്പോഴും ഇഡ്ഡലിയുടെ കോമ്പിനേഷൻ രസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം കുറച്ച് കാലമായിട്ട് ചോറും രസമാണ്, അപ്പോൾ ഇഡ്ഡലി ഉണ്ടാവുന്നില്ല. അതാണ് അമ്മു പറയുന്നത്, നാളേക്കാവുമ്പോൾ ഇഡ്ഡലി ഉണ്ടാവില്ല, അപ്പോൾ രസം ഉണ്ടാവും. എനിക്ക് ഇഡ്ഡലി രസവും കിട്ടണമെങ്കിൽ ഇന്ന് തന്നെ അമ്മ ഉണ്ടാക്കണം. അങ്ങനെയാണ് ഞാൻ ഇന്ന് രസം ഇഡ്ഡലി ഉണ്ടാക്കിയത്.